ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ബനാന ബ്രെഡ് സാൻഡ്വിച്ചാ കഴിച്ചിട്ടുണ്ടല്ലോ. ഹലോ ഗൈസ്, ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കുകയാണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം. ബ്രെഡ് സാൻഡ്വിച്ച് ഇഷ്ടമാണോ? ഉണ്ടാക്കിയാലോ. പക്ഷേ ചോക്ലേറ്റ് ബനാന ബ്രെഡ് സാൻഡ്വിച്ചാ. ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ആദ്യം ബ്രെഡ് എടുക്കാം. ഏത് ബ്രെഡാന്ന് എനിക്കറിയില്ല. 3 ബ്രെഡ് വേണം. അടുത്തതായിട്ട് പഴം വേണം. പഴം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെ ഇതിന്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെയർ ബ്രെഡ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അതിൽ സെയിം ഇതേ ഒരു പ്രോസസ്സ് തന്നെ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇത് 3 പഴം വെച്ചിട്ട് പഴം സെന്ററിൽ വെച്ചിട്ട് ഇത് 3 ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടാവുമേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ അങ്ങനെ ചെയ്തെടുക്കാം. ബട്ടറിൽ കിടന്നിട്ട് ബ്രെഡ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാലും ബ്രെഡും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് ഇതുപോലെ ഒരു ബോയിൽ ചെയ്തപ്പോൾ അത് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഡയറി മിൽക്ക് ഇതാ മെൽറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ കുറച്ച് പണിയുള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഇതായി ചോക്ലേറ്റ് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. കുറച്ച് ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എന്ന് എനിക്ക് കഴിച്ചപ്പോൾ തോന്നി. ഫൈനലി ഇത് ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? ശരിക്കും ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ഇനി ചെറിയ പീസ്. മധുരം അത്ര വലിയ ഇഷ്ടമല്ല. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1 ടൈമൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളിതൊരു കുക്കിംഗ് വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.